നമസ്കാരം. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് അവതരണം ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന് കടുത്ത വെല്ലുവിളിയാകുമെന്ന റിപ്പോർട്ട്. ഫെബ്രുവരി 2-ന് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ സർക്കാർ തേടുമെന്നും സൂചനയുണ്ട്. കേന്ദ്ര സഹായം പ്രതീക്ഷിച്ച് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി വിഹിതവും സാമ്പത്തിക സഹായവുമെല്ലാം ബജറ്റിൽ നിർണായകമാകും. സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതി രൂപപ്പെടുത്തുകയും ധനമന്ത്രിക്ക് വെല്ലുവിളിയാണ്. ആസൂത്രണ ബോർഡാണ് തീരുമാനമെടുക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ നിലപാടുകൾ നിർണായകമാകും. പദ്ധതി അടങ്കൽ മുൻവർഷത്തേക്കാൾ കൂട്ടില്ല എന്നാണ് സൂചന. നടപ്പ് വർഷത്തെ പദ്ധതി ചെലവ് പോലും 50% എത്തിയിട്ടേയുള്ളൂ എന്ന യാഥാർത്ഥ്യം സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയിലും ശമ്പളം പരിഷ്കരിച്ച വകയിലും വൻ കുടിശ്ശിക തുക കൊടുക്കാനുണ്ട്. ഇതൊന്നും കൊടുക്കാൻ തൽക്കാലം ഒരു വഴിയും സർക്കാർ കാണുന്നില്ല. കരാറുകാർക്ക് 40,000 കോടിയുടെ കുടിശ്ശികയാണ് ഉള്ളത്. ഈ വർഷം ഇനി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാവുന്നവ 1838 കോടി രൂപ മാത്രം. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങളുടെ പേരിൽ അനുവദിച്ചിട്ടുള്ള 4625 കോടി കിട്ടും എന്നതാണ് ഏക പ്രതീക്ഷ. എന്നാൽ ഇത് ലഭിക്കാൻ വൈദ്യുതി ബോർഡിൻ്റെ കഴിഞ്ഞ വർഷത്തെ നഷ്ടത്തിൻ്റെ 75% സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. ഇതിനായി 767.71 കോടി അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ടും അധിക വായ്പ കേന്ദ്രം അനുവദിച്ചിട്ടില്ല. കേന്ദ്രം കടുത്ത അവഗണന തുടരുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ടുകൂടിയാണ് ബജറ്റ് അവതരണം വെല്ലുവിളിയാകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പുതിയ വരുമാന മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ധനമന്ത്രി അധ്യക്ഷനായി 14 പേർ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതി രൂപവൽക്കരിച്ചതായി ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും പിന്നീടത് ധനവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നീക്കി. ഇതും ആശയക്കുഴപ്പമായിരുന്നു. ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയ്ക്ക് വിദഗ്ധരെ ക്ഷണിക്കാനുള്ള നിർദ്ദേശം നൽകിയത് വിദഗ്ധ സമിതി രൂപവൽക്കരിച്ചാണ് എന്ന് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിച്ചു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സമിതി അംഗങ്ങളെക്കുറിച്ചുള്ള 2 അഭിപ്രായമാണ് ഉത്തരവ് മാറ്റാനുള്ള കാരണമെന്നും പറയുന്നു. അങ്ങനെ സർവത്ര ആശയക്കുഴപ്പത്തിലാണ് ധനവകുപ്പ്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കി വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ കടുംവെട്ട് എത്തിയതും ധനവകുപ്പിനെ അമ്പരപ്പിച്ചു. അവസാനപാദ കടമെടുപ്പ് പരിധിയിൽ 5600 കോടി രൂപയാണ് കേന്ദ്രം വെട്ടിച്ചുരുക്കിയത്. ഇതോടെ ക്ഷേമ പെൻഷൻ വിതരണമടക്കമുള്ള വർഷാന്ത്യ ചെലവുകളിലും വലിയ പ്രതിസന്ധിയായിരിക്കും സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരിക. സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം മുതൽ ഡിസംബർ വരെ 3 പാദങ്ങളിലെ തുക ഒരുമിച്ചും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള തുക പിന്നീടും എന്ന നിലയിലാണ് കടമെടുപ്പിന് കേന്ദ്രം അനുമതി നൽകുന്നത്. ഈ വർഷം ആകെ 45,689.61 കോടി കേരളത്തിന് കടമെടുക്കാമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ കണക്ക്. ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്ന് 23,852 കോടി രൂപ സമാഹരിക്കാൻ കേന്ദ്രത്തിൻ്റെ അനുമതിയും കിട്ടിയിരുന്നു. അവസാന പാദത്തിൽ കേരളം 7,437.6 കോടി രൂപയാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ 1,838 കോടി മാത്രമാണ് അനുവദിച്ചത്. ഇതോടെ വർഷാവസാന ചെലവുകൾ അവതാളത്തിലാകുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്.